ശ്രീരാമ കീർത്തനം. അത്യന്തമായുള്ളൊരാപത്തസൂരരാൽ നിത്യം മുഴുത്തു കഴിവില്ലാഞ്ഞു ശക്തനായി വന്നു പിറന്ന ദശരഥ പുത്രനാം ശ്രീരാമൻ നാരായണ. ആനന്ദത്തോടങ്ങനുജന്മാരും താനും വാനോർപുരിയിൽ വളരും കാലം ദീനതയോടൊരു മാമുനീതൻ ചൊല്ലാൻ പോയോരു ശ്രീരാമൻ നാരായണ. ഇഷ്ടത്തിൽ മാമുനെ തൻ ചൊല്ലാൽ പോകുമ്പോൾ ദുഷ്ടസ്ത്രീ താടക തന്നെ കൊന്നു. മുട്ടിക്കിടന്നൊരു യാഗത്തെ രക്ഷിച്ചു ചട്ടറ്റ ശ്രീരാമൻ നാരായണ. ഈടുറ്റ കല്ലാൽ അഹല്യയ്ക്കു മോക്ഷവും താനേ കൊടുത്തു മിഥിലപുക്ക്. കേടറ്റ വില്ലു മുറിച്ചു കല്യാണവും ഘോഷിച്ച ശ്രീരാമൻ നാരായണ. ഉൾക്കനീവോടങ്ങയോധ്യയ്ക്കു പോകുമ്പോ തക്കത്തിലെത്തി പരശുരാമൻ. തൃക്കൈയിൽ തന്നോരു വില്ലും ശരങ്ങളും കൈക്കൊണ്ട ശ്രീരാമൻ നാരായണ. ഊഴിയെ പാലിപ്പാനായി അഭിഷേകവും പാരാതെ ചെയ്യുവാൻ തുടങ്ങും നേരം മാതൃവചനത്തെ കേട്ടു വനത്തിനു പോയോരു ശ്രീരാമൻ നാരായണ. എൻ മൂലമെൻ മക്കൾ പോയി വനത്തിനു എന്നു നിനച്ചു മരിച്ചച്ഛൻ്റെ കർമ്മങ്ങളെല്ലാം വനത്തിൽ കഴിച്ചുടൻ നിർമ്മലൻ ശ്രീരാമൻ നാരായണ. ഏൽപ്പാനവകാശമുണ്ടാക്കി ലക്ഷ്മണൻ ശൂർപ്പണഖാമുലമൂർന്ന ശേഷം താൽപര്യത്തോടു വന്ന ഖരാതിയെ തോൽപ്പിച്ച ശ്രീരാമനാരായണ. ഐരണ്ടൊരാനനക്കാലം സീതയെ പൊയ്യായി കവർന്നോരസുരവീരൻ പയ്യവേ പോകുമ്പോൾ സുഗ്രീവ സഖ്യവും ചെയ്തോരു ശ്രീരാമൻ നാരായണ. ഒത്തവണ്ണം തന്നെ ബാലിയെയും കൊന്നു പുത്തനായിട്ടു ചിറകടന്നു. 10 തലയോനെയും പടയും കൊന്നോരുത്തമൻ ശ്രീരാമൻ നാരായണ. ഓരോ നിശാചര വീരന്മാരെ കൊന്നു പോരിനു നല്ല ജയം വരുത്തി നേരെ മലർമാതെ വീണ്ടിങ്ങയോധ്യയ്ക്കു പോന്നോരു ശ്രീരാമൻ നാരായണ. യൗവനവാസം കഴിഞ്ഞു പുരീവക്കു യൗവനത്തോടഭിഷേകമേറ്റ ദൈവതമുള്ളിലുള്ളോർകളെ രക്ഷിച്ചു നേർവഴി ശ്രീരാമൻ നാരായണ. അക്കാലമപ്പതിനോരായിരത്താണ്ടു ചൊൽക്കൊണ്ട ശ്രീരാമൻ വാണിരുന്നു. ഈ കഥ പാടുവോർ പാൽക്കടൽ വർണ്ണന്റെ തൃക്കടൽ ചേരുവോർ നാരായണ. നാരായണ മത്സ്യകൂർമ്മ വരാഹമ നാരസിംഹാവൃതേ രാമ രാമ. ശ്രീകൃഷ്ണ രാമ ബലഭദ്രകൃഷ്ണനാം നാരായണ ഖഡ്ഗിരാമ ഹരേ. ശ്രീകൃഷ്ണ രാമ ബലഭദ്രകൃഷ്ണനാം നാരായണ ഖഡ്ഗിരാമ ഹരേ.